നമസ്കാരം. VO പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നവരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള തീയതികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെ VO എക്സാമിന് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അത് മൊബൈൽ വഴി അപ്ലൈ ചെയ്യുമ്പോൾ പല ബ്രൗസറും നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ബ്രൗസറുകളും ഇപ്പോൾ ഗൂഗിൾ ക്രോം ഒക്കെ വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ പറ്റാതെ ആ ആപ്ലിക്കേഷൻ പകുതി വഴി നിന്നുമാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അതെങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എൻട്രി ടിവിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോ പലരും മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നമ്മുടെ യൂസേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കാരണമാണ് നമ്മൾ ഇതൊന്നും കൂടെ ചെയ്യാമെന്ന് വെച്ച് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് VO എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടതൊരു ന്യൂ ബ്രൗസറാണ് നമ്മുടെ ഫോണിൽ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പുഫിൻ ബ്രൗസർ എന്ന് സെർച്ച് ചെയ്യുക. PUFFIN പുഫിൻ ബ്രൗസർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ പക്ഷിയുടെ സിമ്പിളിൽ കാണുന്ന ആ ഒരു ബ്രൗസറാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആ ബ്രൗസർ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അത് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് ഉടനെ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ നെക്സ്റ്റ് അടിച്ച് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു URL ടൈപ്പ് ചെയ്യേണ്ട ഒരു സ്ക്രീൻ വരും. അവിടെ നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യാറുള്ള പോലെ തന്നെ തുളസി PSC എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ. തുളസി PSC എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കാണുന്ന ലിങ്ക്, ഫസ്റ്റിൽ കാണുന്ന ലിങ്കാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. tulasi.psc.kerala.gov.in എന്നുള്ള ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ലോഡ് ചെയ്യുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയും ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു യൂസർ പ്രൊഫൈൽ പേജ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിസ്ട്രിക്റ്റ് വൈസ് ജനറൽ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പോസ്റ്റ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് എലിജിബിലിറ്റി എന്നുള്ള ടാബിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇവിടെ നിങ്ങളെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ കാണുന്ന അതേ പേരും അതേ ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ അറിയാത്തൊരു വീഡിയോ നോക്കിയിട്ട് അത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡേറ്റും പേരും ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന 4 ടിക്ക് ബോക്സുകളുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ചൂസ് ചെയ്യുന്നത് എക്സാം എഴുതാൻ വേണ്ടി ആ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ അടിക്കുക. ഈ ഓക്കെ അടിക്കുന്ന സ്ഥലത്താണ് നോർമലി പ്രശ്നം സംഭവിക്കാറുള്ളത് ആളുകൾക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിങ്ങൾ കാണുന്ന ഏറ്റവും താഴെ ലെഫ്റ്റിലായിട്ടൊരു 3 സിമ്പിൾസ് ആണ്. അതിൽ നടുക്കുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ട്രൈ എ ന്യൂ വേ ടു യൂസ് മൗസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു മൗസ് പോയിൻ്റർ വരും. ആ മൗസ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആ മൗസ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട് പരീക്ഷ എഴുതാനുള്ള ഡിസ്ട്രിക്റ്റും താലൂക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി കാണുന്ന ഓക്കെ ബട്ടണിലും നിങ്ങൾ ഈ മൗസ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നോർമലി മൊബൈലിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ആളുകൾ ഫേസ് ചെയ്തൊരു പ്രശ്നം, ആ ഓക്കെ ബട്ടൺ ക്ലിക്ക് ആവുന്നില്ല എന്നുള്ളത്. ആ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുഫിൻ ബ്രൗസറിലെ ഈ മൗസ് ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം താഴത്തെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം താഴത്തെ ചെക്ക് ബോക്സും കൂടെ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് കാണിക്കും. അവിടെ ഓക്കെ അടിക്കുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള എക്സാമുകൾക്ക് PSCയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഒരുപാട് യൂസേഴ്സിന് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഈ വരുന്ന എക്സാമുകളിലൊക്കെ ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ പരിശീലനം ആരംഭിക്കുക. നല്ല ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.